ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ പീരിയോഡിക് ഫംഗ്ഷൻ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയായിരുന്നു കഴിഞ്ഞ വീഡിയോയില്. ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയില് എന്തുവാണ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ ഏതാണ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം സ്റ്റാർട്ട് ചെയ്യാം. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഫോമിലയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതിൽ ഏതാണ് ആൻസർ ആയിരുന്നത് ഇവിടെ അത് ക്വസ്റ്റ്യൻ ആയി മാറും. നമുക്ക് അതിൽ ഫോമിൽ നോക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോമോ ലാപ്ലേസ് ഇൻവേഴ്സ് ആണ്. ലാപ്ലേസ് ഇൻവേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് റേസ് ടു മൈനസ് 1. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s ഈക്വൽ ടു 1. അവിടെ നമ്മൾ ലാപ്ലേസിൽ പഠിച്ചെന്താണ് ലാപ്ലേസ് ഓഫ് 1 എന്ന് പറയുന്നത് എന്തുവാണ് ആൻസർ 1/s എന്നാണ് പഠിച്ചത്. ഇവിടെ നേരെ ആ ആൻസർ ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s ഈക്വൽ ടു 1. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s² ഈക്വൽ ടു t ആണ്. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s n plus 1 ആണെങ്കിൽ എന്തുവാണ് t(n)/n ഫാക്ടോറിയൽ. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് എന്തുവായിരുന്നു നമ്മൾ പഠിച്ച 1/s - a. ഇവിടെ എന്തുവാണ് ലാപ്ലേസ് ഇൻവേഴ്സ് വരുമ്പോ 1/s - a എന്നത് e⁻⁴ തിരിച്ച് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s² + a² ഈക്വൽ ടു sin at/a. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ലാപ്ലേസ് പഠിക്കുന്നത് എന്തുവാണ് sin at ലാപ്ലേസ് അവിടെ പഠിക്കപ്പോ ഓർമ്മയുണ്ടോ? sin at ലാപ്ലേസ് പഠിക്കപ്പോ ലാപ്ലേസ് ഓഫ് sin at എന്തുവായിരുന്നു പഠിച്ചത് a/s² + a² എന്നാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇൻവേഴ്സ് വരപ്പോ ആ a വന്നിട്ടില്ലല്ലോ എന്ന്. ഒരിക്കലും ഇൻവേഴ്സിന്റെ ഫോർമുലയില് മേളില് ഒരു കോൺസ്റ്റന്റ് ഒരിക്കലും വരില്ല, എസ് വരും കോൺസ്റ്റന്റ് വരില്ല. അതുകൊണ്ടാണ് ആ കോൺസ്റ്റന്റിൽ നമ്മുടെ sin at ഡിവൈഡഡ് ബൈ a എന്ന് ആക്കിയത്. അപ്പൊ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s² ബാക്കി എല്ലാം വരുന്നു കണ്ടോ, s² + a² ഈക്വൽ ടു sin at/a. അത് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് s/s² + a² എന്താണ് cos at. എന്തുവാണ് ഈ എസിനൊക്കെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു ഇൻവേഴ്സ് എടുത്തപ്പോ വേണ്ട ന്യൂമറേറ്ററിന് എസ് വരാം, പക്ഷെ എയോ ബിയോ അങ്ങനെയൊന്നും കോൺസ്റ്റന്റ് വരാൻ പാടില്ല. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് s/s² + a² എന്നാണ് cos at. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് സെയിം ഇതേ കേസ് തന്നെയാണ് 1/s² - a² ഈക്വൽ ടു sin at/a. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് s/s² - a² എന്താണ് cos at. അപ്പൊ ലാപ്ലേസിന്റെ ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് ഇൻവേഴ്സിന്റെ ഫോർമുലയിലോട്ട് എന്തായാലും ചെയ്യാൻ പറ്റും. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s⁵. s ആണെങ്കിൽ 1, s² ആണെങ്കിൽ t. ഇവിടെ s⁵ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോമാണ് n+1 s⁻n+1 എന്ന ഫോമിലാണ്. ഇതിനെ നമുക്ക് ആദ്യം അങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s⁴ അതല്ലേ 5. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുവാണ് t(n). ഇവിടെ എന്തുവാണ് 4. t⁴/n ഫാക്ടോറിയൽ. അതിന് വരെ 4 ഫാക്ടോറിയൽ. ഫാക്ടോറിയൽ എന്ന് കാണുന്ന ഇത്രയും കണ്ടാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s - 2. ഇവിടെ നമ്മൾ ആ അറേഞ്ച്മെന്റ് ശ്രദ്ധിച്ചോണം. ഇങ്ങനെയാണ് ഫോർമുല കിടക്കുന്നത് s/n+1. അതിനു വേണ്ടിയിട്ടാണ് ഈ 5 എന്ത് ചെയ്യുന്നത് 4+1 ആക്കുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഈ പഠിച്ച ഫോർമുലയിൽ ഏത് മൂലയാണ് ഇരിക്കുന്നത് കണ്ടോ? ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s - 3 കണ്ടോ? ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s - a. എയുടെ പ്ലേസിൽ ഇവിടെ 3 s - a അപ്പൊ e⁻at. ഫോർമുല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. e⁻a യുടെ പ്ലേസിൽ 3g e⁻3. ഇത്രയേ ഉള്ളൂ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് e⁻3t. നെക്സ്റ്റ് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s+2. നേരത്തെ പഠിച്ച അതേ രീതി തന്നെയാണ്. മൈനസിലാണ് ഫോർമുല. പ്ലസ് വരികയാണെങ്കിൽ ആ e⁻ എന്തെടുക്കണം, ഒരു -2 കൂടി എക്സ്ട്രാ എടുക്കണം. s -2 എന്നായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത്. -2 ഇപ്പൊ എന്താണ് s - a എന്ന ഫോർമുല ആയി. അങ്ങനെയാണെങ്കിൽ e⁻at യുടെ പ്ലേസിൽ -2 ഇതാണ് അതിന്റെ പ്രത്യേകത. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് e⁻2. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. Laplace inverse of 1/s² plus 5. Laplace inverse of 1/s² plus 5.
നമ്മൾ പഠിച്ച ഏത് ഫോർമുല പോലെയാണ് ഇരിക്കുന്നത്? ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/, പഠിക്കുന്നതാ ഇവിടെ ഒരു 1/, പഠിക്കുന്നു, ഇവിടെ ഒരു 1/, പഠിക്കുന്നു. പക്ഷെ ഇവിടെ പ്ലസ് ആണ് കിടക്കുന്നത്. പക്ഷെ നമ്മൾ പഠിക്കുന്ന 1/s² പ്ലസ് a² എന്നാണ്. പക്ഷെ നമ്മൾ ഇതിന് a² എങ്ങനെ ആക്കാം എന്ന് നമുക്ക് ചിന്തിക്കണം. അത് എങ്ങനെ ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് 5നെ √5 എന്നാക്കുന്നു. √5ന്റെ സ്ക്വയർ. അപ്പൊ ആ ഫോമിൽ വന്നു വാല്യൂ വ്യത്യാസമില്ല. √5ന്റെ സ്ക്വയർ എന്തുവാണ്? വെറും 5 ആണ്. √5² അപ്പൊ s² പ്ലസ് എന്തുവാണ്? a² എന്ന ഫോമിൽ വന്നു ഡയറക്റ്റ് ആയിട്ട്. ഫോമിൽ എന്തുവായിരിക്കും? sin 80 sin എയുടെ പ്ലേസിൽ √5 t ബൈ എയുടെ പ്ലേസിൽ എന്തുവാണ്? √5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് x by s² മൈനസ് 9. s by s² മൈനസ് വരുന്നത് എവിടെയാണ്? ഇവിടെ അല്ലേ? a² അപ്പോ അതെങ്ങനെ ആക്കാം? ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് s by s² മൈനസ് a². അപ്പൊ 12a². അങ്ങനെ വന്നിരുന്ന ഫോർമുല cos h എഴുതി. cos h എയുടെ പ്ലേസിൽ 3 cos h. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Laplace inverse of 1/s² minus 16. 1/s² minus a² എന്ന ഫോർമുല 1/s² minus a² ഡയഗ്രാം വരുന്നത്. അപ്പൊ ഇതിന് ആദ്യം നമ്മൾ a² സ്പ്ലിറ്റ് ചെയ്യുക. Laplace inverse of 1/s² minus 16 ഏതിന്റെ സ്ക്വയർ ആണ്? 4ന്റെ സ്ക്വയർ ആണ്. ഫോർമുല അതേ 1/s² minus a². എന്താണ് ഫോർമുല? sin h എയുടെ പ്ലേസിൽ എന്തുവാണ്? 4 t ബൈ എന്തുവാണ്? എയുടെ പ്ലേസിൽ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് s² മൈനസ് 3s പ്ലസ് 8/s³. ലാപ്ലേസിന് സെപ്പറേറ്റ് കൊടുക്കുന്ന ഓരോ ഫംഗ്ഷനും ലാപ്ലേസ് കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഇൻവേഴ്സിൽ. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് എന്താ? സെപ്പറേറ്റ് കൊടുക്കാണ്. ഈ s² ഈ ഡിനോമിനേറ്റർ ഭാഗത്താണ് s²/s³ മൈനസ് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് അടുത്ത എളുപ്പമാണ് 3s/s³ പ്ലസ് 8 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് എന്ത് വരും? 1. ഓക്കെ, ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 വരും. 8/s. ഓക്കെ, സോറി, 8/s³ ഉണ്ടല്ലോ അവിടെ. s²/s³ മൈനസ് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 3s/s³ പ്ലസ് 8 ഇൻറ്റു ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s³ ഉണ്ട്. അത് നമ്മൾ പോയി 1/s³. ഇനി s²³ ക്യാൻസൽ ആവും. അപ്പൊ എന്തൊരു ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ഈ എസും ഇതും ക്യാൻസൽ സ്ക്വയർ. 3 കോൺസ്റ്റന്റ് ആണ്, അത് പുറത്ത് എഴുതാം. എന്ത് വരും? 1/s² വരും. നെക്സ്റ്റ് 8 ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s². ഓക്കെ, 1/sന്റെ ലാപ്ലേസ് ഇൻവേഴ്സ് നമുക്കറിയാം. ലാപ്ലേസ് ഇൻവേഴ്സ് 1/s എന്തുവാണ്? 1 മൈനസ് 3 ഇൻറ്റു ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s². t. അപ്പോ 3t. ഓക്കെ, പ്ലസ് 8 ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s³ s³ ഫോമിൽ പഠിക്കുന്നില്ല, പക്ഷെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? നമുക്ക് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് 1 n+1 എന്ന ഫോമില. അപ്പൊ എന്തുവാ? 1 മൈനസ് 3t പ്ലസ് 8 ചേഞ്ച് ചെയ്യില്ല. ഇതെന്ത് വരും? t⁻n. s⁻n+1 ഏതാണ്? t⁻n. n-ന്റെ പ്ലേസിൽ 2/2 ഫാക്ടോറിയൽ. 1 മൈനസ് 3t പ്ലസ് 8t² ബൈ 2. 2 ഫാക്ടോറിയൽ 2 ആണ്. ക്യാൻസലിംഗ്. 5 ആൻസർ 1 മൈനസ് 3t പ്ലസ് 4t². ഇതാണ് ഫൈനൽ ആൻസർ വരുന്നത്. അപ്പൊ നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് ലാപ്ലേസ് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതിന് ഡയറക്റ്റ് ഫോർമുല ഉണ്ട്, രണ്ടെണ്ണത്തിൽ ഇതിനില്ല. നമ്മൾ എന്നുള്ള n+1 എന്ന ഫോർമുല ആക്കിയിട്ടാണ് ആൻസർ കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 8/s-1 മൈനസ് 3/s+6. നേരത്തെ പോലെ തന്നെയാണ് ലാപ്ലേസ് സെപ്പറേറ്റ് കൊടുക്കുക.
s minus 1. Laplace inverse of 8 by s minus 1 minus Laplace inverse of 3 by s plus 6. ഇവിടെ 8 കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് എന്ത് വരും? 1 by s minus 1 minus ഇവിടെ 3 കോൺസ്റ്റന്റ്. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 by s plus 6. ഓക്കെ, 8 ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 by s minus a. അപ്പൊ എന്താണ് ഫോർമുല? e raised to a t. a യുടെ പ്ലേസിൽ 1. അപ്പൊ e raised to t മാത്രമേ വരുള്ളൂ. മൈനസ് 3 into ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 by s minus a എന്ന ഫോമില് ഇവിടെ s പ്ലസ് 6 ആണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് e raised to a യുടെ പ്ലേസിൽ 6 ആണ്. ആ a എടുക്കുമ്പോൾ മൈനസ് കൂടി അങ്ങ് അപ്ലൈ ചെയ്താൽ e raised to minus 6. ഇതാണ് ഫൈനൽ ആൻസർ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻസ് ആണ്. പാർഷ്യൽ ഫ്രാക്ഷൻസ് നമ്മൾ പ്ലസ് ടുയുടെ ഡിഫറൻസിയേഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു. അവിടെ കുറച്ച് ഫോമുല പഠിക്കുന്നുണ്ട്. അതേ സെയിം പാർഷ്യൽ തന്നെയാണ് ഇവിടെയും പഠിക്കുന്നത്. നമ്മുടെ ഇക്വേഷന്റെ ഫോം 1 by s minus a s minus b ആണെങ്കിൽ a by s minus a ഫസ്റ്റ് ബ്രാക്കറ്റ് ഉള്ളത് കണ്ടോ, പ്ലസ് b by a b ഒക്കെ കോൺസ്റ്റന്റ് ആണ്, b by s minus b അങ്ങനെ എഴുതാം. നെക്സ്റ്റ് ഇത് 1 by s minus a the whole cube into s plus b എന്ന ഫോമിലാണ് ഇക്വേഷൻ എങ്കിൽ a by ഓരോ ടേമായിട്ട് എഴുതാം. a by s minus a പ്ലസ് അടുത്ത് b by s minus a the whole square. നെക്സ്റ്റ് ഇതിലാണ് പ്ലസ് c by s minus a the whole cube വരുന്നത്. അപ്പൊ ഈ s minus a the whole cube സിംഗിൾ ആയിട്ട് വന്നിട്ടാണ് എന്തുവാണ് s minus a the whole square പിന്നെ s minus a the whole cube ഇത്രയും ചെയ്യും into s plus b ലാസ്റ്റ് d by s plus b. എയും ബിയും സിയും ഡിയും എല്ലാം എന്തുവാണ് കോൺസ്റ്റന്റ് ആണ്. ഇനി നെക്സ്റ്റ് ഒരു ഫോം എന്ന് പറഞ്ഞാൽ 1 by s minus a s square plus b ആണെങ്കിൽ ശ്രദ്ധിക്കാം ഇത് ഒരു സിംഗിൾ ഗ്രാം a by s minus a. ഓക്കെ, ഇതാ നമ്മളെ ഹോൾ സ്ക്വയർ ആയിട്ടൊന്നും അല്ല കിടക്കുന്ന അതിന്റെ ഫോമാണ് bs plus c by s square plus b. b കോൺസ്റ്റന്റ് സിയും കോൺസ്റ്റന്റ്. ഇതാണ് പാർഷ്യൽ ഫ്രാക്ഷൻസിന്റെ ഫോം. നമുക്ക് എന്താണ് ഇൻവേഴ്സിന്റെ ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ നമ്മൾ പാർഷ്യൽ ആക്കുക, എന്നിട്ട് പാർഷ്യലിന്റെ ഏത് ഫോമാണ് അപ്ലൈ ചെയ്യണം അതിന് ചെയ്യുക. ബാക്കി ഇൻവേഴ്സ് ഫോമുല എല്ലാം യൂസ് ചെയ്യണത് ഫൈനലി ഇത് തന്നെയാണ് നമ്മളെ ഇൻവേഴ്സിന്റെ ഫോമുല. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് s minus 2 by s square plus 3s plus 2. അപ്പൊ നമ്മളെ താഴത്തെ ഫോം കണ്ടല്ലോ ഒരു ഇക്വേഷൻ ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് അതിന് നമ്മുടെ പാർഷ്യലിന്റെ ഫോമിലോട്ട് ആക്കി മാറ്റാം. ഈ ഇക്വേഷന്റെ ചേഞ്ച് ഇപ്പൊ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് s minus 2 അതുപോലെ എഴുതാം. ഈ ഇക്വേഷന്റെ ഫാക്ടറൈസേഷനിലേക്ക് ഏത് മെത്തേഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം. സ്പ്ലിറ്റിന്റെ മിഡിൽ ടേമോ അല്ലെങ്കിൽ എന്തുവാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വഴി നമുക്ക് കണ്ടുപിടിക്കാം. ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് രണ്ട് നമ്പർ സെലക്ട് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. രണ്ട് നമ്പേഴ്സ് സെലക്ട് ചെയ്യുക, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് ലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ മിഡിൽ ടേം തരണം. 1 ഉം 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് ടേം വരുന്നു, ആഡ് ചെയ്യുമ്പോൾ 3 വരുന്നു. അപ്പൊ ഞാൻ s plus 1 into s plus 2 എന്ന് നമ്മുടെ ഈ ഇക്വേഷന് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുകയാണ്. ഇതുപോലെ s plus 1 into s plus 2 ഈ ഇക്വേഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ തന്നെ കിട്ടും. ഓക്കെ, ഫാക്ടറൈസേഷൻ എങ്ങനെയാണ് s plus 1 into s plus 2. ഇനി നമ്മുടെ പാർഷ്യലിന്റെ ഫോമായി നമുക്ക് ഇതങ്ങ് എടുക്കാം. ആദ്യം പാർഷ്യലി ചെയ്യാം. s minus 2 by s plus 1 into s plus 2 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം? ഇത് സിംഗിൾ ടേം ആണ്. s plus a s plus b സിംഗിൾ ടേം ആണ്. അപ്പൊ എന്തുവാ a by ഫസ്റ്റ് ടേം s plus 1 plus b by s plus 2. ഇനി നമുക്ക് ഇവിടുത്തെ കോൺസ്റ്റന്റ് എയും ബിയും കണ്ടുപിടിക്കാം. അതാണ് ചെയ്യേണ്ടത്. എയും ബിയും കണ്ടുപിടിക്കാൻ നമുക്ക് ചെയ്യേണ്ടത് ഇവിടുത്തെ ഡിനോമിനേറ്ററിലോട് ലെഫ്റ്റിലും റൈറ്റിലും എന്തുവാണ് മൾട്ടിപ്ലൈ ചെയ്യാം. ലെഫ്റ്റിലും റൈറ്റിലും എന്ന് പറയുമ്പോൾ റൈറ്റിൽ ഓരോ ടൈമിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഇതേട്ട് തന്നുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ലെഫ്റ്റിലെ s minus 2 മാത്രമേ കഴിയൂ. ഓക്കെ, ഈ ടേംസ് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പൊ എന്തുവാണ് s plus 1 s plus 1 ക്യാൻസൽ ആയിട്ട് എയുടെ കൂടെ എന്ത് വരും? s plus 2 വരും. നെക്സ്റ്റ് ബിയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യപ്പോഴോ s plus 2 ആണ് ക്യാൻസൽ ചെയ്യുന്നത്. ബിയുടെ കൂടെ എന്ത് വരും? ഒരു s plus 1 വരും. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എയും ബിയും കണ്ടുപിടിക്കുക. എ കണ്ടുപിടിക്കാൻ ഒരേ സമയം രണ്ടും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ആദ്യം എ അല്ലെങ്കിൽ ബി. അപ്പൊ ഞാൻ എസിന് ഇവിടെ പ്ലസ് 2 അല്ലേ കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇപ്പുറത്തുണ്ടോ -2 ഇട്ട് കഴിഞ്ഞാൽ അത് 0 ആയി മാറും. എസിന് -2 ഇതാണ്. -2 ഇടത്ത് ഇതെങ്ങനെ മാറും? -2 ഓക്കെ, -2 -2 ഇവിടെ എന്താണ്? -2 ഇട്ടപ്പോ
ഇത് 0 പ്ലസ് b ഇൻറ്റു -2 പ്ലസ് 1. -2 -2 -4 ആണ്. ഇതെന്താണ്? -1 ഇൻറ്റു b -3. മൈനസ് പോയി കഴിഞ്ഞാൽ b എന്തൊക്കെ 4 ആണ്. ഓക്കെ, b നമുക്ക് കിട്ടും 4. നെക്സ്റ്റ് എന്തുവാണ്? a കിട്ടണം. അപ്പൊ ഞാൻ എന്താ എസിന് നെക്സ്റ്റ് കൊടുക്കുന്നത് ഇവിടെ +1 അല്ലേ, -1 കൊടുക്കും. -1 കൊടുക്കുമ്പോ -1 -2 ഈക്വൽ ടു ഇവിടെ -1 ആണ്. a ഇൻറ്റു -1 പ്ലസ് 2 ഇവിടെ എന്തുവരും 0. -3 ഈക്വൽ ടു എന്താണ്? -1 പ്ലസ് 2 വെറും a ആണ്. a ഇസ് ഈക്വൽ ടു -3. a കിട്ടി, b കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് കൊടുക്കുക, എന്നിട്ട് പാർഷ്യലി ചെയ്യുക. a -3ക്ക് b എന്താണ് കിട്ടിയത്? 4 കിട്ടി. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇതിനല്ലേ അപ്ലൈ ചെയ്യേണ്ടത്? അപ്പൊ ചെയ്യുന്ന മനസ്സിലായല്ലോ. പാർഷ്യൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് a/x+1 b/x+2 ആക്കിയിട്ട് അതിൽ നിന്ന് എസിന് ഓരോ വാല്യൂ കൊടുത്ത് എയും ബിയും ഫൈൻഡ് ചെയ്തു. നമുക്കിനി നമ്മുടെ ഇക്വേഷൻ ഇതാണ് വേണ്ടത്. s - 2 x+1 into x+2 equal to a/യുടെ പ്ലേസിൽ എന്താണ്? -3/s+1 പ്ലസ് b/4/s+2. ഇത് നോർമൽ പാർഷ്യൽ മാത്രം ചെയ്തിരിക്കുന്നത്. നമുക്ക് അതല്ല പറഞ്ഞിരിക്കുന്നത്. എന്തുവാണ്? ലാപ്ലേസ് ഇൻവേഴ്സ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ലാപ്ലേസ് ഇൻവേഴ്സ് ഈ ഇക്വേഷനാണ്. ഈ ഇക്വേഷനാണ് നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ലാപ്ലേസ് ഇൻവേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ വേണം എഴുതേണ്ടത്. s - 2/s² plus bs+2 equal to -3 കോൺസ്റ്റന്റ് ആണ്. ലാപ്ലേസ് ഇൻവേഴ്സ് 1/s+1 കണ്ടോ? പ്ലസ് 4 ഇവിടെ കോൺസ്റ്റന്റ്, ലാപ്ലേസ് ഇൻവേഴ്സ് 1/s+1. ഇനി നമുക്ക് അറിയാവുന്ന ഫോമാണ്. -3 1/s - a ആണ് e⁻t. അപ്പോ +1 ആണ്. അപ്പൊ e⁻t ഇതുപോലെ -1 t. അപ്പൊ -t പ്ലസ് 4 ഇൻറ്റു s - a ആയിരുന്നു e⁻t s+2 ആക്കുന്നത് e⁻t. ഇതാണ് ഫൈനൽ ആൻസർ. അപ്പൊ പാർഷ്യൽ ചെയ്തിട്ട് അതിനകത്ത് അപ്ലൈ ചെയ്യുക. ഫൈനലി ലാപ്ലേസ് കൊടുക്കുക. ലാപ്ലേസിന്റെ ആൻസർ അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പാർഷ്യൽ ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം അതൊക്കെ ഉള്ളത് എടുത്ത് പാർഷ്യൽ സ്പ്ലിറ്റ് ചെയ്യാം. s+2/s+1² ഇൻറ്റു s - 2. താഴെ എന്താണ്? a/ ആദ്യം s+1 സിംഗിൾ ആയിട്ട് വരും, പ്ലസ് b/s+1ന്റെ സ്ക്വയർ പ്ലസ് c/s - 2. 3 കോൺസ്റ്റന്റ് വരും. സെയിം മെത്തേഡ് തന്നെയാണ്. താഴെ എന്ന ടേം കൊണ്ട് ലെഫ്റ്റും റൈറ്റും എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യാം. ഇതേ ടേം കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യാൻസൽ ആയിട്ട് ലെഫ്റ്റിൽ s+2 മാത്രമേ വരൂ. ഇതേ ടേം കൊണ്ട് ഇവിടെ എയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. s+1 ഒരു s+1 ക്യാൻസൽ ആയിട്ട് ബാക്കി വരുന്ന a ഇൻറ്റു s+1 ഇൻറ്റു s - ഓക്കെ. ഇനി ബിയുടെ ടേമിലൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ s+1 ക്യാൻസൽ ആവും. ബാക്കി b ഇൻറ്റു s - 2 മാത്രമേ വരും. പ്ലസ് c ഇൻറ്റു അതിലൂടെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ s - 2 ക്യാൻസൽ ആവും. ബാക്കി s+1 ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് a b c 3 ഫൈൻഡ് ചെയ്യണം. നമുക്ക് a ഫൈൻഡ് ചെയ്യാൻ ഏതെങ്കിലും നമ്പർ എടുക്കാം. ഏതെങ്കിലും ഒരു സമയത്ത് കാണുള്ളൂ. ഇവിടെ -2 ഉണ്ട്. നമ്മൾ +2 കൊടുക്കുകയാണെങ്കിൽ ഇതും അങ്ങ് പോകും. ഇപ്പൊ s = 2 കൊടുക്കാണ്. അപ്പൊ എന്താണ്? 2 + 2 = a ഇൻറ്റു നോക്കിക്കേ s × 2 + 1 എന്താണ്? 3 2 - 2 വരും 0. അപ്പൊ ഈ ടേം മൊത്തം എന്തായി മാറും? 0 ആയി മാറും. ഇവിടെയും b × 2 - 2 അതും 0 ആയി മാറും. ബാക്കി എന്ത് മാത്രമേ വരുള്ളൂ? c ഇൻറ്റു s ന് 2 ആണ്. 2 + 1 2. 4 = ഇത് 0 ഇത് 0 ബാക്കി വരുന്ന 3. 3യുടെ സ്ക്വയർ 9 c ആണ്. ഓക്കെ, c = 4/9. c കിട്ടി. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് അടുത്തൊരു ഇത് കൊടുക്കാം. എന്ത് വേണം? s ന് -1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0, ഇത് -1 + 1 0. ഇത് മാത്രമേ കിട്ടും. b കിട്ടും. s ന് -1 എന്ന് പറയുമ്പോൾ -1 + 2 = ഇവിടെ -1 കൊടുത്തു നോക്കി. ഇത് മൊത്തം 0.
ഇവിടെ -1 കൊടുത്തു കഴിഞ്ഞാൽ b ഇൻറ്റു -1 -2 പ്ലസ് ഇവിടെ -1 കൊടുത്തു കഴിഞ്ഞാൽ c ഇൻറ്റു 0. -1 പ്ലസ് 2 1 ആണ്. -1 -2 എന്ന് പറയുന്നത് -3 b ആണ് വരുന്നത്. b is equal to എന്താണ് -1/3. b നമുക്ക് വരും. ഓക്കെ, ഇനി ഏതെങ്കിലും നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് a കിട്ടുമെന്ന് നോക്കണം. ഏതെങ്കിലും നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ a കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിട്ട് ഇവിടെ ആകെ 1 ഇട്ടു, അതിനായിട്ട് നമ്മൾ മാറി കൊടുത്തു ഇല്ലേ. ഇവിടെ 1 കൊടുത്തു, അതിന് 1 ആണെങ്കിൽ -1 കൊടുത്തു, ഇവിടെ എന്താണ് ഒരു +2 കൊടുത്തപ്പോ ഔട്ട്. വളരെ അത്യാവശ്യം നമ്പേഴ്സും ഇല്ല. ഇനി നമുക്ക് അങ്ങനെ തന്നെ കേസിന് ചെയ്യേണ്ടത് ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യന്റ് ഓഫ് s² എന്നൊരു ഫോം നമുക്ക് ചെയ്യാം. അതായത് ഇവിടെ s² കോഎഫിഷ്യന്റ് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. c കിട്ടി, b കിട്ടി. ഇനി നമുക്ക് ഇതിനകത്ത് കോഎഫിഷ്യന്റ് ഓഫ് s² ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് s². ഒന്ന് നോക്കി വെക്കുക. s² കോഎഫിഷ്യന്റ് ലെഫ്റ്റിൽ ഒരു s² ടേമും ഇല്ല, അതിന്റെ മീൻസ് 0. ഇവിടെ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യപ്പോ s ഇൻറ്റു s², അവിടെ a കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോ എന്താണ് a² എന്ന് വരും. അപ്പൊ അവിടെ s² കോഎഫിഷ്യന്റ് ഉണ്ട്. ഏതാണ് a. ഇവിടെ s² വരില്ല, ഒരിക്കലും വരില്ല. പക്ഷെ ഇവിടെ a പ്ലസ് b ഹോൾ² ഫോം ആണ്. s² പ്ലസ് 2s പ്ലസ് 1. അവിടെ c കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പോ s² കോഎഫിഷ്യന്റ് ഉണ്ട്. എന്താണ് പ്ലസ് c ആണ്. നമുക്ക് c എന്തുവാണെന്ന് അറിയാം. എന്തുവാണ് 4/9 ആണ്. അപ്പൊ a is equal to എന്തുവാണ് -4/9. a കിട്ടി, b കിട്ടി, c കിട്ടി. അപ്പൊ a b കിട്ടുന്ന രണ്ടും കിട്ടും, ബാക്കി കിട്ടാത്തതിന് നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് s². ചില കേസില് ഒരു കോൺസ്റ്റന്റ്, ഇവിടെ d എന്ന് പറയുന്ന കോൺസ്റ്റന്റ് വന്നിരുന്നെങ്കിൽ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് s എന്ന് പറഞ്ഞെടുക്കേണ്ടി s നോക്കേണ്ടി വരുമായിരുന്നു, s² നോക്കേണ്ടി വരുമായിരുന്നു. ഇനി a കിട്ടി, b കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഇതാണ്, അതിനകത്ത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോ s+2/s+1 the whole square into s minus 2 is equal to a minus 4/9 by s+1 plus b എന്തുവാണ് minus 1/3 s+1 the whole square. ഓക്കെ, അടുത്ത c എന്ന് പറയുന്നത് 4/9 എന്തുവാണ് s minus 2 ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടാൽ ലാപ്ലേസ് ഇൻവേഴ്സ്, ഇതിന്റെ ലാപ്ലേസ് ഇൻവേഴ്സ് ആണ് കാണുന്നത്. s+2/s+1 the whole square s minus 2 is equal to, ഇത് കോൺസ്റ്റന്റ് ആണ്, -4/9 ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s+1 minus 1/3 ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s+1 the whole square. 4/9 ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s minus 2. 4/9 ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s minus 2. ഇത് നമുക്ക് ഫോർമുല ഉണ്ട്. എന്തുകൊണ്ട് s minus a എന്ന ഫോം -4/9 s minus a ആയിരുന്നെങ്കിൽ e raised to 8. അപ്പൊ ഇതെന്ത് e raised to -1/3. ഇത് ശ്രദ്ധിക്കാം, s+1 ആയിരുന്നെങ്കിൽ നമുക്ക് e raised to 8 എന്ന ഫോം ഉണ്ടായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ s മൈനസ് നമ്മൾ നേരത്തെ ഇത് പഠിച്ചിട്ടുണ്ട്, ലാപ്ലേസ് പഠിച്ചിട്ടുണ്ട്. s മൈനസ് a ആയിരുന്നെങ്കിൽ എന്താണ് e raised to 8 വരുന്നത്. ഇവിടെ എന്താണ് e raised to -t. പിന്നെ എന്ത് ചെയ്യണം, ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് എന്താണ് 1/s² സെപ്പറേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. 1/s². കണ്ടോ, s മൈനസ് a എന്ന ഫോമിലുള്ളത് ആദ്യം കണ്ടു, അതിന് s² സെപ്പറേറ്റ് എഴുതാം. പ്ലസ് 4/9 ഇത് നമുക്കറിയാം എന്തുവാണ് e raised to -a ആണ്. അപ്പൊ എന്തുവാണ് 2. 1/s² എന്തുവാണ് t ആണ്. -4/9 e raised to -t minus 1/3 e raised to -t. ലാപ്ലേസ് ഇൻവേഴ്സ് 1/s² എന്തുവാണ് into t plus 4/9 e raised to t. ഫൈനൽ ആൻസർ ഇതാണ്.
ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇവിടെ മാത്രം ശ്രദ്ധിക്കുക എന്തുവാണ് എക്സ് പ്ലസ് 1 ആണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, എസ് മൈനസ് എ എന്ന ഫോമിൽ അപ്ലൈ ചെയ്യാം. ഇവിടെ അതിന്റെ സ്ക്വയർ ആണ്, അപ്പൊ എന്ത് ചെയ്യണം ആ സ്ക്വയർ ആദ്യം നമ്മൾ കിട്ടിയത് എക്സ് മൈനസ് എ എന്ന ഫോമാണെങ്കിൽ ഇ റേസ് ടു എന്തുവാണ് 80 ആയിരുന്നു. അപ്പൊ എസ് പ്ലസ് 1 അപ്പൊ ഇ റേസ് ടു മൈനസ് 2. അത് കഴിഞ്ഞിട്ട് ഇവിടെ ടി ആയതുകൊണ്ട് ടി സ്ക്വയർ, എസ് ആയതുകൊണ്ട് എസ് സ്ക്വയർ 1/s സ്ക്വയർ എന്നത് പ്രത്യേകിച്ച് കാണുക. 1/s സ്ക്വയർ ആണ് ടി എന്ന് പറയുന്നത്. അതാണ് ഫൈനൽ ആൻസർ. നെക്സ്റ്റ് വരുന്ന കുഞ്ഞു ടോപ്പിക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസിങ് ഡെറിവേറ്റീവ്സ് ആണ്. അതിന്റെ ഫോർമുല ലാപ്ലേസ് ഓഫ് ടി എഫ് ഓഫ് ടി ആണെങ്കിൽ മൈനസ് ടി ബൈ ഡി എഫ് ഓഫ് എസ് ആണ്. ലാപ്ലേസ് ഓഫ് ടി ഇത് നമ്മള് ലാപ്ലേസിൽ പഠിക്കുന്നുണ്ട്. ടി ഇൻറ്റു മൾട്ടിപ്ലൈ ബൈ ടി, ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് മൈനസ് ടി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് എന്നാണ്. ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ ഫോർമുല. ടി ലാപ്ലേസ് ഓഫ് ടി എഫ് ഓഫ് ടി എന്താണ് മൈനസ് ടി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. നമ്മള് ഇൻവേഴ്സ് ആണ് പഠിക്കുന്നത്, പക്ഷെ ഈ ഫോർമുല എന്താണ് വെറും ലാപ്ലേസിലാണ് ഫോർമുല. അത് എങ്ങനെ ഇൻവേഴ്സ് ആയി മാറുന്നതെന്ന് നമുക്ക് പ്രോബ്ലത്തിൽ നിന്ന് മനസ്സിലാക്കാം. ലാപ്ലേസ് ഇൻവേഴ്സ് ലോഗ് എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് ബി. ഈ ബ്രാക്കറ്റിൽ തരുന്നതായിരിക്കും എപ്പോഴും എഫ് ഓഫ് എസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ എഫ് ഓഫ് എസ് എന്ന് പറയുമ്പോൾ ലോഗ് ഓഫ് എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് ബി. ഇത് എന്ത് ഫോമിലാണ്? ലോഗ് എ ബൈ ബി ഫോമിലാണ്. ലോഗ് എ ബൈ ബി ഫോമിലാണെങ്കിൽ എന്താണ് ലോഗ് എ മൈനസ് ലോഗ് ബി എന്നാണ്. ഓക്കെ, ലോഗ് എസ് പ്ലസ് എ മൈനസ് ലോഗ് എസ് പ്ലസ് ബി ആണ്. ഫോർമുല എടുക്കാം. ലാപ്ലേസ് ഓഫ് ടി എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. എഫ് ഓഫ് എക്സ് ഇതാ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ലോഗ് എസ് പ്ലസ് എ മൈനസ് ലോഗ് എസ് പ്ലസ് ബി മൈനസ് അതുപോലെ ഡെറിവേറ്റീവ് ആണ് എടുക്കേണ്ടത്. ലോഗ് എന്തുവാണ് എക്സ് ആണെങ്കിൽ 1/x. അപ്പൊ ലോഗ് എസ് പ്ലസ് 1 ആണെങ്കിലോ 1/s പ്ലസ് എ മൈനസ് 1/s പ്ലസ് ബി ആണ്. ഇത് ലാപ്ലേസ് ടി എഫ് ഓഫ് ടി ആണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് ടി എഫ് ഓഫ് ടി, നമുക്ക് ഇതിന് എഫ് ഓഫ് ടി എന്തെന്ന് മാത്രമേ കണ്ടാലേ. അപ്പൊ ടി എഫ് ഓഫ് ടി മാത്രമേ ഞാൻ ലെഫ്റ്റ് സൈഡിൽ എഴുതുള്ളൂ. ലാപ്ലേസ് പോസിറ്റീവ് ആണ്, അത് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ലാപ്ലേസ് ഇൻവേഴ്സ് എന്ന് വരും. കണ്ടോ ഇൻവേഴ്സിന്റെ എങ്ങനെ വന്നു എന്നുള്ളത് ഫോർമുല ലാപ്ലേസിലാണ്, പക്ഷെ ഇൻവേഴ്സ് നമ്മൾ ലാപ്ലേസിന് റൈറ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോഴാണ് ഒരു മൈനസ് ഉണ്ട്. മൈനസ് കൊണ്ട് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. മൈനസ് 1/s പ്ലസ് എ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1/s പ്ലസ് ബി. ഈ നമുക്ക് നടുക്ക ഇത് മൈനസിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊന്ന് ഇന്റർചേഞ്ച് ചെയ്ത് എഴുതാം. ഇന്റർചേഞ്ച് ചെയ്ത് എഴുതപ്പോ നമുക്ക് കിട്ടുന്ന ആൻസർ ടി എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ്, ഒന്ന് ചെയ്യാൻ എളുപ്പത്തിൽ ഇന്റർചേഞ്ച് ചെയ്യുന്നു 1/s പ്ലസ് ബി. അത് പോസിറ്റീവ് ആയതുകൊണ്ട് ആദ്യം എഴുതുന്നു 1/s പ്ലസ് ബി. ഇത് മൈനസ് ആയതുകൊണ്ട് 1/s പ്ലസ് എ രണ്ടാമത് എഴുതുന്നു മൈനസ് 1/s പ്ലസ് എ. ഇനി നമുക്കറിയാം എന്തുവാണ് ലാപ്ലേസ് ഇൻവേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് ബി മൈനസ് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് എ. ഈ എസ് മൈനസ് എ ഫോമാണെങ്കിൽ ഇ റേസ് ടു എ. അപ്പൊ ഇവിടെ എന്താണ് ഇ റേസ് ടു മൈനസ് ബി ടി മൈനസ് ഇ റേസ് ടു മൈനസ് എ. ഇതാണ് ടി എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഫൈനൽ ആൻസർ എപ്പോഴും വേണ്ടത് ടി എഫ് ഓഫ് ടി അല്ല, വെറും എഫ് ഓഫ് ടി ഈക്വൽ ടു എന്തെന്ന് കാണാൻ. വേറെ ഒന്നുമില്ല, ടി എന്ന് ഇവിടെ വരുമ്പോ ഡിവൈഡഡ് ബൈ എന്നുള്ള രീതിയിൽ വരും. കണ്ടോ ഇ റേസ് ടു മൈനസ് ബി ടി മൈനസ് ഇ റേസ് ടു മൈനസ് എ ടി ബൈ ടി. അപ്പോൾ ചെയ്യേണ്ടത് ഇതാണ് ഫോർമുല. ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ട് വെറും ലാപ്ലേസിന്റെ ഫോർമുല ടെക്നൊന്നും ചിന്തിക്കേണ്ട. എന്ത് ചെയ്യണം, ഈ ഫോർമുലയിൽ ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ എഫ് ഓഫ് എസ് അതിനാദ്യം സ്പ്ലിറ്റ് ചെയ്യുക. അത് സ്പ്ലിറ്റ് ചെയ്തതിനു ശേഷം എന്തുവാണ് ഫോർമുല കൊടുക്കുക. ഫോർമുല കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എന്തുവാണ് ഡെറിവേറ്റീവ് മൈനസ് ബ്രാക്കറ്റ് കൊണ്ടിരിക്കുമ്പോൾ മൈനസ് ആയതുകൊണ്ടാണ്, ഫസ്റ്റ് മൈനസ് ആയതുകൊണ്ടാണ് ഞാൻ എന്തുവാണ് ഇന്റർചേഞ്ച് ചെയ്തത്. അത് ഇന്റർചേഞ്ച് ചെയ്യണമെന്നുള്ള മസ്റ്റ് ഒന്നുമല്ല. സെപ്പറേറ്റ് ലാപ്ലേസ് എടുക്കുക. ലാപ്ലേസ് എന്തുവാണ് ഇ റേസ് ടു മൈനസ് ബി ടി മൈനസ് ഇ റേസ് ടു മൈനസ് എ ടി എന്ന് കിട്ടും. നമുക്ക് രണ്ടുപേരും എഫ് ഓഫ് ടി ആണ്. അപ്പൊ ടി എന്ത് ചെയ്യുക റൈറ്റ് സൈഡിൽ ബൈ ഡിവിഷൻ ആയി മാറി ഇ റേസ് ടു മൈനസ് ബി ടി മൈനസ് ഇ റേസ് ടു മൈനസ് എ ടി ബൈ ടി എന്നായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാപ്ലേസ് ഇൻവേഴ്സ് ലോഗ് 1 മൈനസ് എ സ്ക്വയർ ബൈ എസ് സ്ക്വയർ. നമുക്ക് ആദ്യം ഇതിനെ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ലോഗ് ഡെൽസിയം എസ് സ്ക്വയർ
ബൈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് ആക്കാം. അപ്പൊ നമ്മുടെ എഫ് ഓഫ് എസ് ആണ് ലോഗ് എന്തുവാണ് എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ എസ് സ്ക്വയർ. എ ബൈ ബി ഫോമിലാണ്. എങ്ങനെ മാറ്റാം? ലോഗ് എ മൈനസ് ലോഗ് ബി. ഓക്കെ, എഫ് ഓഫ് എസിന് ഇനി നമ്മുടെ ഫോമുല എഴുതുക. ലാപ്ലേസ് ഓഫ് ജി എഫ് ഓഫ് ടി is equal to minus d by ds of f of s. f of s എന്ന് പറയുമ്പോൾ log s square minus a square minus log s square. ശ്രദ്ധിക്കുക, മൈനസ് അതുപോലെ ഡെറിവേറ്റീവ് log x ആണെങ്കിൽ 1/x, അപ്പൊ 1/s square minus a square കഴിഞ്ഞില്ല. നെക്സ്റ്റ് എസ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് മൈനസ് കോമൺ ആണ്, ബ്രാക്കറ്റ് ഇട്ടുള്ള മൈനസ് പുറത്തുള്ള മൈനസ് എസ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് പിന്നീട് എടുക്കുക. എസ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2s. ഓക്കെ ഫൈൻ. ഇനി ലോഗ് എസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/s സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയറിന്റെ എന്തുവാണ് 2s. ഇവിടെ നമുക്ക് ഈ ഒരു എസും എസും ക്യാൻസൽ ആണ്. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് എഴുതാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് 2s by s square minus a square. ഈ മൈനസിന്റെ മൈനസ് പ്ലസ് 2 by s. നേരത്തെ അതേപോലെ തന്നെയാണ്. എന്ത് ചെയ്യാം? ലാപ്ലേസ് ഓഫ് എന്തുകൊണ്ട് ടി എഫ് ഓഫ് ടി ആണിത്. ഓക്കെ, ആദ്യം മൈനസ് ആയതുകൊണ്ട് ഞാൻ അതിനെ രണ്ടാമതാക്കി എഴുതുന്നില്ല, ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, 2 by s ഇത് രണ്ടാമത് മൈനസ് 2s by s square minus a square. ലാപ്ലേസ് ഓഫ് ടി എഫ് ഓഫ് ടി ആണ് ഇത്. നമുക്ക് വേണ്ടത് ഇൻവേഴ്സ് ആണ്. അപ്പൊ ടി എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എന്ത്? ലാപ്ലേസ് ഇവിടെ വരുമ്പോൾ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 2 by s minus 2s by s square minus a square. സെപ്പറേറ്റ് ലാപ്ലേസ് കൊടുക്കാണ്. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 2 by s മൈനസ് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 2s by s square minus a square. ഇനി നോക്കേ, 2 കോൺസ്റ്റന്റ് 2 into ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 by s minus 2 കോൺസ്റ്റന്റ് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് s by s square minus a square. ഇനി ശ്രദ്ധിച്ചു വെക്കാൻ മതി. 1/s ന്റെ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s എന്തുവാണ്? 1 ആണ്. അപ്പൊ 2 into 1 minus 2 into s by s square minus a square. s by എവിടെയാണ്? s square minus a square. ഏതിന്റെയാണ്? cos h 80. cos h 7 പ്ലസ് 7 തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ 2 minus 2 cos h 8. ഇതാണ് ഫൈനൽ ആൻസർ. നമ്മൾ ലാപ്ലേസിലെ ഒരു കൺവല്യൂഷൻ പഠിച്ചിട്ടുണ്ട്. കൺവല്യൂഷൻ തിയറം എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഇൻവേഴ്സിലും അതേ ഇത് തന്നെയാണ് വരുന്നത്, പക്ഷെ നേരെ തിരിച്ച് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു ലാപ്ലേസ് ഓഫ് ജി ഓഫ് ടി ആണെങ്കിൽ, അതായത് എഫ് സ്റ്റാർ ഓഫ് ജി എന്ന് ആക്കണം. നമുക്ക് തരുന്ന ക്വസ്റ്റ്യന് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എഫ് സ്റ്റാർ ഓഫ് ജി എന്നൊരു ഫോമിലോട്ട് ആക്കണം. ആക്കിയതിനു ശേഷം എഫ് സ്റ്റാർ ഓഫ് ജി എന്ന ഫോമിലാണെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഇന്റഗ്രൽ 0 to t എഫ് ഓഫ് യു ജി ഓഫ് ടി മൈനസ് യു ഡി യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഫംഗ്ഷൻ ആണ് എഫ്, രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് ജി. അപ്പൊ ആദ്യത്തെ ഫംഗ്ഷനില് നമുക്ക് യു കൊടുക്കാം, രണ്ടാമത്തെ ഫംഗ്ഷനിൽ എന്തുവാണ് ടി മൈനസ് യു കൊടുക്കാം. അങ്ങനെ എന്നെ കൊടുക്കണമെന്നില്ല, തിരിച്ചു കൊടുക്കാം. ആദ്യത്തെ ഫംഗ്ഷന് ടി മൈനസ് യു കൊടുക്കാം, രണ്ടാമത്തെ ഫംഗ്ഷന് യു കൊടുക്കാം. അപ്പൊ നമുക്ക് ലാപ്ലേസ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ അത് കണ്ട് ലാപ്ലേസ് ഇൻവേഴ്സ് കണ്ടെത്തി എഫ് സ്റ്റാർ ഓഫ് ജി എന്ന ഫോമിൽ ആക്കുക. എഫ് സ്റ്റാർ ഓഫ് ജി എന്ന ഫോമിൽ ആക്കി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇന്റഗ്രലാണ് 0 to t എന്തുവാണ് ആദ്യത്തെ ഫംഗ്ഷന് എവിടെയൊക്കെ എന്തുവാണ് ഉണ്ടോ ടി ഉണ്ടോ അവിടെയെല്ലാം യു ആക്കുന്നു. രണ്ടാമത്തെ ഫംഗ്ഷനില് എന്തുവാണ് ടി മൈനസ് യു അപ്ലൈ ചെയ്തു. ഈ മെത്തേഡെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ തിരിച്ച് എന്തുവാണ് യു ആദ്യത്തെ ഫംഗ്ഷന് യു കൊടുത്താൽ ആദ്യത്തെ ഫംഗ്ഷന് നമുക്ക് തിരിച്ചു കൊടുക്കാം, ടി മൈനസ് യു കൊടുക്കാം. എന്നാൽ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്തുവാണ് യു കൊടുക്കാം. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഏതെങ്കിലും ഒന്ന് ഇത് മനസ്സിൽ ബൈ ഹാർട്ട് ചെയ്തിരിക്കുക. രണ്ടും കൂടി അത് തെറ്റും. ഇതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എല്ലാ ക്വസ്റ്റിനും അങ്ങനെ യൂസ് ചെയ്യുക. ആദ്യത്തെ യു, രണ്ടാമത്തെ ടി മൈനസ് യു. ഇതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. ക്വസ്റ്റ്യനിലോട്ട് പോകും.
Question നോക്കുക. Use convolution theorem to find the inverse Laplace transform of 1 by s plus 1 into s minus 1. അപ്പൊ inverse Laplace transform of L inverse of 1 by s plus 1 into s minus 1 the whole square. ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ Laplace inverse of 1 by s plus 1 into Laplace inverse of 1 by s minus 1 the whole square എന്ന് സ്പ്ലിറ്റ് ചെയ്യും. മൾട്ടിപ്ലിക്കേഷൻ ആവും. Laplace inverse of 1 by s plus 1 into Laplace inverse of 1 by s minus 1 the whole square. Laplace inverse of 1 by s plus 1 നമുക്കറിയാം. s minus ആണ് e raised to at. ഇതാണല്ലോ e raised to minus t. ഓക്കെ, ഇനി ഇത് നമ്മള് തൊട്ട് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ പറഞ്ഞു. s minus 1 പാർഷ്യൽ പറഞ്ഞു. s minus 1 the whole square ആണെങ്കിൽ അതിൽ s minus a എന്ന് ഫോം എടുക്കാം. s minus a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? ഇൻഡു വെക്കണം. ഇൻഡു തന്നെയാണ് സ്റ്റാർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എസ് മൈനസ് എ ആണെങ്കിൽ ഇ റേസ് ടു എന്തുവാണ്? എ ടി ആണ്. ഇവിടെ വെറും ടി ഇൻഡു അതിന്റെ കൂടെ വരുന്നത് കഴിയില്ല. എസ് സ്ക്വയറിൻ്റെത് എടുക്കാൻ പറഞ്ഞത്. അതായത് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് എന്തുകൂടി എടുക്കാം? 1 by s സ്ക്വയർ കൂടി എടുക്കാം. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 by s സ്ക്വയർ എന്തുവാണ്? ടി. അപ്പൊ ഇ റേസ് ടു മൈനസ് ടി സ്റ്റാർ ഇ റേസ് ടു ടി ടി. ആ ടി ഞാൻ ഫസ്റ്റ് എഴുതും. അപ്പൊ ഇത് എന്ത് ഫോമായി? എഫ് സ്റ്റാർ ജി എന്ന ഫോമില. എഫ് സ്റ്റാർ ജി. അപ്പൊ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ഒരു ഫംഗ്ഷൻ തന്നില്ല. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ലാപ്ലേസ് കാണുന്നു. ലാപ്ലേസ് ആക്കി ഇവിടെ ശ്രദ്ധിക്കുക. 1 by s മൈനസ് എയുടെ ഫോമാണ് ഇ റേസ് ടു ടി. അത് കഴിഞ്ഞ് എസ് സ്ക്വയറിന് പകരം ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 by s സ്ക്വയറിന് വരും. ഇത് ടി ഇ റേസ് ടു ടി ആയി മാറും. എഫ് സ്റ്റാർ ജി എന്ന ഫോമിലായി. എഫ് സ്റ്റാർ ജി എന്ന ഫോമിലായി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്തുവാണ് ചെയ്യേണ്ടത്? 0 to t എന്തുവാണ്? എഫ് ഓഫ് യു. രണ്ടാമത്തെ ഫംഗ്ഷന് ടി മൈനസ് യു കൊടുക്കുക. ഡി യു 0 to t എഫ് ഓഫ് യു ജി ഓഫ് ടി മൈനസ് യു ഡി യു. ഞാൻ ആദ്യത്തെ ഫംഗ്ഷൻ ഇ റേസ് ടു മൈനസ് ടി, ഈ മൈനസ് ടി ഈ ടിയുടെ പ്ലേസിൽ നമ്മള് എന്തുവാണ് യു കൊടുത്തപ്പോ ഇനി ഓക്കെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷന് ടി മൈനസ് യു കൊടുത്താൽ ചെയ്യാൻ പാടാണ്. ഇതിപ്പോ ആദ്യം ഞാൻ എന്തുവാണ് യു കൊടുക്കുന്നത് വയ്ക്കാം. യു കൊടുത്ത് ഇതിൽ ടി മൈനസ് യു കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇവിടെ ടി മൈനസ് ടു ഇൻറ്റു ഇ റേസ് ടു ടി മൈനസ് ടു കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകും. വലിയ ഫംഗ്ഷൻ അങ്ങനെ വരികയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആക്കി വരികയാണെങ്കിൽ അതിന് മാക്സിമം യു കൊടുക്കാം. മറ്റേ ഫംഗ്ഷന് എന്തുവാണ് ടി മൈനസ് ടു കൊടുക്കാം. ഞാൻ ഇതൊന്ന് തിരിച്ചു എഴുതുവാണ്. ടി ഇ റേസ് ടു ടി സ്റ്റാർ തിരിച്ചു എഴുതിയാലും സെയിം ടേമാണ് ഇ റേസ് ടു മൈനസ് ടു. അതായത് ആദ്യത്തെ ഫംഗ്ഷന് ഞാൻ യു കൊടുക്കുന്നു. ആദ്യത്തെ ഫംഗ്ഷനിൽ എന്താണ് യു? ടി ഇ റേസ് ടു ടി ആണ്. അതിന് യു കൊടുക്കുന്നു. രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഞാൻ ഇവിടെ ഇത് കൊടുക്കുന്നത് ടി മൈനസ് ടു. ശ്രദ്ധിക്കുക 0 to t. ആദ്യത്തെ ഫംഗ്ഷൻ എന്താണ്? അതാണ് ഇപ്പം യു. ഇതാണ് എന്റെ എഫ്. ആദ്യത്തെ ഫംഗ്ഷന് യു കൊടുത്താൽ യു ഇ റേസ് ടു യു. ഓക്കെ, അത് കഴിഞ്ഞ് 0 ടി മൈനസ് ടു. രണ്ടാമത്തെ ഫംഗ്ഷന് കൊടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ടി മൈനസ് യു ഡി യു. കണ്ടോ? ആദ്യത്തെ ഫംഗ്ഷൻ ഇതായിരുന്നു, അതിന് യു കൊടുത്തു. രണ്ടാമത്തെ ഫംഗ്ഷൻ ഇ റേസ് ടു മൈനസ് ടി മൈനസ് യു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 0 to t യു ഇ റേസ് ടു യു ഇ റേസ് ടു മൈനസ് ടി ഇ റേസ് ടു മൈനസിന്റെ മൈനസ് പ്ലസ് യു ഡി. ഇനി ഇതാണ് ചെയ്യുന്നത് 0 to t യു ഇ റേസ് ടു യു ഇ റേസ് ടു യു ഇ റേസ് ടു 2 ഇ റേസ് ടു മൈനസ് ടി ഡി യു. ഡി യുവിൽ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മളെ ഇ റേസ് ടു മൈനസ് ടി എന്ന് പറയുന്ന ടേം ആണ് കോൺസ്റ്റന്റ് ആണ് പുറത്തെടുക്കാം. ഇന്റഗ്രൽ 0 to t യു ഇ റേസ് ടു 2u ഡി യു. ഇതിന് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നത് ഇന്റഗ്രൽ ബൈ പാർട്സ് മെത്തേഡ് വെച്ചിട്ടാണ്. അപ്പൊ ശ്രദ്ധിക്കാം, നമ്മൾ എന്ത് ചെയ്യുക? എക്സ് സ്റ്റാർ ജി ഫോമിലാക്കുക. എക്സ് സ്റ്റാർ ജി ആക്കി കഴിഞ്ഞാൽ ഇതാണ് ഇന്റഗ്രേഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ യു, സെക്കൻഡ് ഫംഗ്ഷൻ എന്തുവാണ്? ടി മൈനസ് ടി. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷന് ടി മൈനസ് ടി കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കാൻ പാടില്ലെന്നല്ല, ചെയ്യാൻ പാടായതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ചെറിയ ഇക്വേഷൻ ആക്കും ടി മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. ഇ റേസ് ടു മൈനസ് ടി അതുപോലെ എഴുതാം. ഇന്റഗ്രേഷൻ കാണാം എങ്ങനെയാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതാം. സെക്കൻഡിന്റെ ഇന്റഗ്രേഷൻ ഇ റേസ് ടു എക്സ് ആണെങ്കിൽ ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു 2 ആണെങ്കിൽ ഇ റേസ് ടു 2 ബൈ യു. ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എന്തുവാണ്? ഡെറിവേറ്റീവും എന്തുവാണ്? സെക്കൻഡ് ആണ്. മൈനസ് ഇന്റഗ്രൽ ഓഫ്
എന്തുവാണ്, അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. നെക്സ്റ്റ് ഇന്റഗ്രൽ അല്ല, ആദ്യത്തെ ഒന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ്, ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് എടുത്തുകൊണ്ടിരിക്കാം, സെക്കൻഡിന്റെ ഇന്റഗ്രേഷൻ എടുത്തുകൊണ്ടിരിക്കാം. ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ്, സെക്കൻഡിന്റെ ഇന്റഗ്രേഷൻ. ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഡി യു ആണ്. അപ്പൊ എന്തുവാണ്, യുവിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. സെക്കൻഡിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഇ റേസ് ടു 2u ഇ റേസ് ടു 2u. ഓൾറെഡി എന്തുവാണ്, ഇവിടെ 2 ആണ്. 2uന്റെ കോഷ്യന്റ് എന്തുവാണ്, യുവിന്റെ കോഷ്യന്റ് 2 അല്ല. അപ്പൊ ഇവിടെ 2 ഓൾറെഡി ഉണ്ട്. 2uന്റെ കോഷ്യന്റ് പിന്നെ എടുത്തപ്പോ 2 ആണ്. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് മൈനസ് ആണ്. നെക്സ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ്. അടുത്ത് മൈനസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്ലസ് ആണ്. അടുത്ത് നോക്കേണ്ടത് ഡെറിവേറ്റീവ് ആണ് നോക്കേണ്ടത്. ആദ്യത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അല്ലേ, അതിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. ബാക്കി ഇന്റഗ്രേഷൻ നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എവിടെയാണ് നമ്മൾ എന്തുവാണ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കോൺസ്റ്റന്റ് വരുന്നോ അതിനുശേഷമുള്ളത് കാണേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എടുക്കും ഇ റേസ് ടു മൈനസ് ലിമിറ്റ് പ്രൈമം 0 to t ആണ് ലിമിറ്റ്. യു ഇ റേസ് ടു t to u by minus e raised to 2u by 4 ലിമിറ്റ് 0 to e raised to minus t. അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണ് യുവിനാണ് t e raised to 2t by 2 minus e raised to 2t by 4 ആണ്. ലോവർ ലിമിറ്റ് കൊടുത്തപ്പോ എന്തായി മാറും, ഇവിടെ ശ്രദ്ധിക്കാം മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തപ്പോ എന്തായി മാറുന്നത് യു 0. അപ്പൊ എന്തുവാണ് 0 മൈനസ് ഇ റേസ് ടു എന്തുവാണ് 0 by 4. ഓക്കെ, ഇ റേസ് ടു മൈനസ് t e raised to 2t by 2 minus e raised to 2t by 4 minus into minus plus e raised to 0 എന്ന് പറയുന്നത് 1 ആണ്. 1 by 4. ഇതാണ് ഫൈനൽ ആൻസർ ബൈ എസ് മൈനസ് 1. നമുക്കത് എസ് ബൈ ഇവിടെ 1 by സ്പ്ലിറ്റ് ചെയ്യാം. 1 by s minus 1. ഇവിടെ നമുക്ക് എസിന് ഇങ്ങോട്ട് എടുക്കാം. ലാപ്ലേസ് ഇൻവേഴ്സ് ഇതിനൊരു ഫോർമുല ഉണ്ട്, അതുകൊണ്ടാണ് എസ് സ്ക്വയർ പ്ലസ് 4 2 സ്ക്വയർ. ഇവിടെ എക്സ് എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഫോർമുല എഴുതാം. ലാപ്ലേസ് ഇൻവേഴ്സ് 1 by s minus 1. ഇത് ലാപ്ലേസ് ഇൻവേഴ്സ് s by s സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഇത് നമുക്ക് ലാപ്ലേസ് ഇൻവേഴ്സ് 1 by s minus എന്ന് പറയുമ്പോൾ e raised to 8 സ്റ്റാർ ഏതെന്താണ് കോസ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ കോസ് 8 കോസ് എഫ് സ്റ്റാർ ഹിയർ. ഇപ്പൊ ഇതുപോലെ 0 to t എഫ് ഓഫ് യു ജി ഓഫ് ടി മൈനസ് ടി. ഈ ഫോമാണ് എഴുതുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇ റേസ് ടു ടി. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് കിടക്കുന്നത് സിമ്പിൾ ഫംഗ്ഷൻ ആണ്. എപ്പോഴും ടി മൈനസ് യു കൊടുക്കാൻ ഏറ്റവും ഈസി. 0 to t ഞാൻ ഇതിന് ടി മൈനസ് കൊടുക്കുന്നു, ഇ റേസ് ടു ടി മൈനസ് യു. ഓക്കെ, ഇതിന് ഇൻറ്റു കോസ് 2 ടിയുടെ പ്ലേസിൽ കോസ് 2u എന്ന് കൊടുക്കുന്നു. അപ്പൊ ഫസ്റ്റിന് ഞാൻ തിരിച്ചു കൊടുക്കുന്നു ടി മൈനസ് യു. ഇത് ചെറുതല്ലേ, അതുകൊണ്ട് ഞാൻ ഇതിൽ ടി മൈനസ് യു. അതിന് എന്തുവാണ് യു കൊടുക്കുന്നത്, തിരിച്ചു കൊടുക്കാറ്. ഇനി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 0 to t ഇ റേസ് ടു ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2 കോസ് 2. ഇനി ഇ റേസ് ടു ടി ഇവിടെ കോൺസ്റ്റന്റ് ആണ്, ഇവിടെ ടി കൂടി ഉണ്ടായി. ഇ റേസ് ടു സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് ഇ റേസ് ടു ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് യു കോസ് 2u ഡി. ഇവിടെ കോൺസ്റ്റന്റ് ഇ റേസ് ടു ടി പുറത്തെടുക്കുക. ബാക്കി വരുന്ന 0 to t ഇ റേസ് ടു മൈനസ് യു cos 2u du. നേരത്തെ പോലെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു എന്താണ് എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത് എന്താണ് 0 ആവില്ല. ഇ റേസ് ടു എക്സ് ഇ റേസ് ടു എക്സ് ആ ഒരു ഫോമിൽ തന്നെ വരും. ഇങ്ങനെ വരുന്ന കേസില് ഒരു ഫോമുല ഉണ്ട്, ഇ റേസ് ടു എക്സ് കോസ് ഡി എക്സ് ഡി എക്സ് എന്നൊരു ഫോമിൽ വരികയാണ്. കാരണം ഇ റേസ് ടു എക്സ് കോസ് ഡി എക്സ് എന്ന ഫോമിൽ വരികയാണെങ്കിൽ ഇ റേസ് ടു എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ cos dx plus b sin dx. ഈ ഫോമുലയാണ് യൂസ് ചെയ്യേണ്ടത്.
ഇവിടെ എയുടെ പ്ലേസിൽ എന്തുവാണ് -1, എയുടെ പ്ലേസിൽ -1, ബിയുടെ പ്ലേസിൽ എന്തുവാണ് കിടക്കുന്നത് കോസ് ബി എക്സ് കണ്ടോ, ബിയുടെ പ്ലേസിൽ 2 ആണ് കിടക്കുന്നത്. ഈ ഫോമിൽ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രേഷൻ ചെയ്യാം. അപ്പൊ ഇന്റഗ്രേഷൻ നേരത്തെ അതിന്റെ റീസൺ ഏതാണ്, ഇന്റഗ്രേഷൻ നേരത്തെ പോലെ ഇന്റഗ്രേഷൻ പാർഷ്യൽ ചെയ്യുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇന്റഗ്രേഷൻ സെക്കൻഡ് അതൊക്കെ, അടുത്ത് ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് ഇറേസ്റ്റ്രിക്സിന്റെ ഡെറിവേറ്റീവ് ഇറേസ്റ്റ്രിക്സ് ആണ്, അടുത്ത ഡെറിവേറ്റീവ് എടുത്താലും ഇറേസ്റ്റ്രിക്സ്, ഒരിക്കലും 0 ആയി മാറില്ല, കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ഇന്റഗ്രേഷൻ. ഇറേസ്റ്റ് ടി കോൺസ്റ്റന്റ് നമുക്ക് ഇതിന് പകരം ഈ മെത്തേഡ് കൊടുക്കാം. ഇറേസ്റ്റ് എക്സിന് പകരം ഇറേസ്റ്റ് മൈനസ് എന്തുവാണ് എക്സിന്റെ പ്ലസ് ഇതുവാണ് എ മൈനസ്, അപ്പൊ ഇറേസ്റ്റ് മൈനസ് ബൈ എയുടെ പ്ലേസിൽ ഇവിടെ എന്തുവാണ് -1 ആണ് അല്ലെ, -1ന്റെ സ്ക്വയർ പ്ലസ് ബിയുടെ പ്ലേസിൽ 2 ആണ്, 2 സ്ക്വയർ എ കോസ് ബി എക്സ്, എ എന്ന് പറഞ്ഞ് -1 അപ്പൊ മൈനസ് കോസ് ബിയുടെ പ്ലേസിൽ 2x പ്ലസ് ബി എന്ന് പറഞ്ഞത് 2 ആണ്, 2 സൈൻ ബി എക്സ് 2x. ഇതാണ് ഇന്റഗ്രേഷൻ. കഴിഞ്ഞില്ല ലിമിറ്റ് എന്തുവാണ് 0 to t ആണ് ലിമിറ്റ്. ഇനി നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്താൽ മതി. ഈ റേസ്റ്റ് ടി അപ്പർ ലിമിറ്റ് യു എവിടെയൊക്കെ വരുന്നു അവിടെ എല്ലാം ടി കൊടുക്കാം. ഈ റേസ്റ്റ് -3 -1 സ്ക്വയർ 1 ആണ്, 1 പ്ലസ് 2 സ്ക്വയർ എന്തുവാണ് 4, 1 പ്ലസ് 4 മൈനസ് കോസ് 2 ഇവിടെ എക്സ് ആണ്, നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ യു ആണ്, ശ്രദ്ധിച്ചുള്ള എക്സ് അല്ല, നമുക്കിവിടെ എന്തുവാണ് എക്സിന്റെ പ്ലേസിൽ യു ആണ്, മൈനസ് കോസ് 2 യു, യുവിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം ടി കൊടുക്കാം, പ്ലസ് 2 സൈൻ 2 യുവിന്റെ പ്ലേസിൽ ടി കൊടുക്കാം. അപ്പർ ലിമിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യാം, ലോവർ ലിമിറ്റ് മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്, 0 കൊടുക്കുമ്പോൾ തന്നെ നോക്കിയേ -0 -0 എന്തുവാണ് 1 സ്ക്വയർ പ്ലസ് എന്തുവാണ് 2 സ്ക്വയർ 4 എഴുതണം, മൈനസ് കോസ് 2 into 0 cos 0 പ്ലസ് 2 സൈൻ 0 കണ്ടല്ലോ. e raised to t, e raised to minus t, 1 plus 4 5 minus cos 2t plus 2 sin 2. ഇതിനൊരു ചേഞ്ച് ഇല്ല. ഇനി ശ്രദ്ധിക്കേണ്ടത് e raised to 0യുടെ വാല്യൂ എന്തുവാണ് 1 ആണ്, മൈനസ് ഓഫ് എന്തുവാണ് e raised to 0 1 ആണ്, 1 by എന്തുവാണ് 4 plus 1 5. cos 0 എന്തുവാണ് 1 ആണ്, അപ്പോ -1 sin 0 എന്തുവാണ് 0. ഓക്കെ, ഇനി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ e raised to t, e raised to minus t by 5 minus cos 2t plus 2 sin 2t minus 1 into 1 by 5, അപ്പൊ പ്ലസ് 1 by 5. ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോ നിങ്ങൾ ഇവിടെ ഇന്റഗ്രേഷന്റെ കുറിച്ച് ശ്രദ്ധിച്ചാൽ മതി, ഈ ഫോമിൽ ആക്കിയിട്ട് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് വരും. നമ്മള് പഠിച്ചത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരുന്നു. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഫോമിൽ അത് നല്ലോണം ശ്രദ്ധിക്കുക. ലാപ്ലേസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻവേഴ്സ്. അതേ രീതിയിൽ അത് എങ്ങനെ ആ ഫോമില് ലാപ്ലേസ് എങ്ങനെ പഠിച്ചോ അതേ രീതിയിൽ ഇൻവേഴ്സ് പഠിക്കാൻ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്തുവാ ഇൻവേഴ്സ് ലാപ്ലേസിന്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. അത് കഴിഞ്ഞ് പാർഷ്യൽ ഡെറിവേറ്റീവ്സിൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അത് ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം. നെക്സ്റ്റ് എന്തുവാണ് ഡെറിവേറ്റീവ്, ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന് നമ്മൾ ഡെറിവേറ്റീവ് പഠിച്ചു, എന്തുവാണ് ഇൻവേഴ്സിനും ഡെറിവേറ്റീവ് പഠിച്ചു. അതേ സെയിം വിദ്യയാണ് തിരിച്ചു ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. കൺവല്യൂഷൻ ലാപ്ലേസിനും പഠിച്ചു, ഇൻവേഴ്സ് ലാപ്ലേസിനും നമ്മൾ കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഫൈൻഡ് ചെയ്യാമെന്ന് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നിങ്ങൾ നേരത്തെ മൊഡ്യൂളിൽ പഠിച്ച ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എങ്ങനെ ലാപ്ലേസ് യൂസ് ചെയ്യാന്നുള്ളതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അതിനെ പറ്റി പഠിക്കാം.